Pass my head. Come on. No. Hey, continue, boys. Continue. Ronaldinho will be back for the touchdown. Yes. Oh, Maiko. എന്റെ റേഡിയോ കണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റ് വന്നിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാതെ പോയാൽ എങ്ങനാ? ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ആണല്ലോ. അയ്യോ വേണ്ട, സാറേ എന്നാ കുഴപ്പമോ? ഓ, ഇത് വൈറ്റ് റമ്മ, മണമില്ലതിന്. നിങ്ങളെല്ലാരും പിന്നെ നിർബന്ധിക്കുമ്പോ അല്ല പിന്നെ. ഒട്ടുപടിയാ സാധാരണ. പണി കഴിഞ്ഞ് നേരെ സിറ്റിയിലോട്ടൊന്ന് പോകും. തിരിച്ചു വരുമ്പോ ഒരു ധൈര്യത്തിന്. ആനക്കാടല്ലേ, ഒരാത്രി നല്ല തണുപ്പും. അല്ല, ഈ തോപ്രാംകുടിയിൽ ചെമ്മുണ്ടോ? അതൊഴിച്ചെല്ലാം ഉണ്ട്. നല്ല പിടിയാന ഉണ്ടോ? ഇനി വേണ്ട, സാറ് കറിയിക്കുക. ഇതുകൂടി ഇപ്പൊ എല്ലാം മഴ. അപ്പോ അപ്പനും ആനയുടെ സ്വഭാവമായിരിക്കും. കട്ടനെത്തും. രണ്ടുപേരും വിട്ടുകൊടുക്കല. ഇപ്പൊ ഞാൻ പോട്ടെ. എന്നൊരു പാട്ട് പാടിയേച്ചും പോ. വേണ്ട. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ചു ബാലകരം ഞങ്ങളിത പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു. അയ്യോ, ഇതന്നെ എല്ലാരും കൂടെ വല്ല പള്ളിപ്പിരിവിന് ഇറങ്ങിയതാണോ? ഇപ്പൊ ഇറങ്ങണം ഇവിടെ. To fight. I don't remember any ruins in Narnia. ഓ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? നമ്മളൊരു കാര്യം ഏറ്റതല്ലേ. 2 ദിവസം ബസ് സ്റ്റാൻഡിൽ കിടന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരരിശം വന്ന് കിണറ്റി ചാടിയാ 9 അരിശം വന്നാ തിരിച്ചു കയറാൻ പറ്റുമോ? ഞാനിവിടെ കാണുമൊക്കെ കാണും. പെട്ടി അകത്തോണ്ട് വെക്കാം. ഇത് വേലിലിരുന്ന പാമ്പിന് സ്റ്റോപ്പ് ഇറ്റ്. അല്ല, പെട്ടിയിൽ വെച്ച പോലെ ആയി എന്ന് പറയാൻ തുടങ്ങിയിരുന്നു. എന്താണെന്നറിയില്ല, ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. കാര്യം വൃത്തിയും വെഴുപ്പില്ലെങ്കിലും അവൻ്റെ ഒച്ചയും ബഹളമുള്ളപ്പോൾ ഇവിടെ ഒരു അനക്കം ഉണ്ടായിരുന്നു. ഇത് അവൻ അറിയണ്ട. അതെന്താ? ഇനിയും ഒച്ച കൂടും. ഓ, പിന്നെ വന്നോ? ഞാൻ വിചാരിച്ചു ഇനി അതുവഴി തോപ്രാംകുടിക്ക് പോയെന്ന്. എന്തു പറ്റി? അനക്കം കേൾക്കുന്നില്ലല്ലോ.
ആനി, താൻ വെറുതെ ആളുടെ മെക്കെട്ട് കയറണ്ട. എന്താടോ? കാണാതെ പോയ എന്റെ റേഡിയോ കിട്ടിയായിരുന്നോ? പോയത് സമാധാനം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ മനുഷ്യന്റെ തലക്കൊരു വെളിവുണ്ട് അല്ലേ സാറേ? ഒരു ദിവസം കാറ്റും മഴയും കൂടെ ഒരുമിച്ച് വന്നു. കരിയില പറന്നും പോയി, മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. മോളെ ദാ മമ്മിയാ. എനിക്ക് മിണ്ടണ്ട. കൊള്ളാം, 5 ദിവസമായി കൊച്ചു തന്തയോടും തള്ളയോടും മിണ്ടിയിട്ട്. ഞാൻ എന്നാ ചെയ്യാനാ? അവത്തങ്ങൾ അവിടെ കിടന്ന് കരച്ചിലോടെ കരച്ചില്ല. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഹലോ മോളെ, ഓ നീ കരയാതെടി. ആ അതിനവള് കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് വേണ്ടായോ? കൊച്ചിനിപ്പോ അതിലും കൂടി സംസാരിക്കണ്ടെന്ന്. ആ ശരി. ഇങ്ങോട്ട് വരട്ടെന്നേ. ആ അവര് പോയിട്ട് നേരം കുറയായി. വന്ന താക്കോല് തരാൻ പറഞ്ഞു. അവരോ? കൂടെ വേറെ ആരാ? ആ ഒറ്റ സംസാരിക്കുന്ന ഇന്നാള് വന്നില്ലേ? ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അവള് വന്നിട്ട് ചെക്കപ്പ് കഴിഞ്ഞപ്പോ അമ്മച്ചിക്ക് പള്ളിയിലൊന്ന് കയറണം. പിന്നെ ചുമ്മാ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി ഒരു സിനിമയും കണ്ടു. 10-15 കൊല്ലമായില്ലേ കൊട്ടയൊക്കെ പോയിട്ട്. എന്നാ ചിരിയായിരുന്നു. ആഹാ, മോളിന്ന് നേരത്തെ വന്നോ? മോനെല്ലാം എടുത്ത് ആക്കി ഓ ഓ ഒവ്വ ഒവ്വ. എന്നതായിരുന്നു മൈക്ക് ആ പാട്ട്? തന്നന്തനെന്ന തന്നന്തനെന്ന തന്നന്തനെന്ത തന്നെ തന്നന്തനെന്ന തന്ന. ഒവ്വ. അപ്പോ അമ്മച്ചേ ഞാനങ്ങ് പോയേക്കുവാ. ശരി മോനെ, സമയം കിട്ടുമ്പോ ഒക്കെ വരണം. ജോലിയും പണിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. നിക്ക്. ഞങ്ങളൊക്കെ മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരാ. ആമേൻ. എന്തൊക്കെ പണിയുണ്ട്? പറമ്പ് കിളയ്ക്കാം, പാറ പൊട്ടിക്കാം, വെറുതെ ഇരുന്ന് തിന്ന് മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാനായിട്ട്. പ്രായമായ അമ്മച്ചിയല്ലേ, എത്ര നേരമൊന്നും വെച്ചാ മിണ്ടാതെയും പറയാതെ ഒറ്റക്കിരിക്കുന്നേ. കൊച്ചു കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പം അമ്മച്ചി ഇല്ലാത്ത സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോത്തിനായി പെടാപ്പാടൊക്കെ പെട്ടെന്ന് അപ്പം തോന്നും, സങ്കടവും വരും. എൻ്റെ അമ്മച്ചിയെ ഫോട്ടോത്തെ പോലും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് വന്നതാ. അങ്ങ് ക്ഷമീ. ഇതിപ്പോ വയ്യാത്ത അമ്മച്ചിയും വിളിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോയിരിക്കുന്നു. ക്ഷമിക്കുന്നതിനല്ലേ ഒരു അതിര്? നാളെ മുതൽ അയാളുണ്ടെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ടില്ല. ആനി സീരിയസ് ആയിട്ടാണോ? അതെ സർ, അത്ര കഷ്ടപ്പെട്ട ഞാൻ എൻ്റെ കുടുംബം കൊണ്ടു നടക്കുന്നത്. അപ്പച്ചൻ മരിക്കുമ്പോൾ 7 വയസ്സായി എനിക്ക്. എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇനിയിപ്പോ ആനിയോടൊന്നും വിളിക്കുന്നില്ല. ആദ്യം തന്നെ പറയാണ്ടിരുന്നത് എൻ്റെ തെറ്റ്. മൈക്ക് ആനി വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഇതെവിടെ പോവാണ്? ഇതെന്നാ പണിയായി കാണിക്കുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്തോളാവുന്നേ. വേറെ എവിടുന്നെങ്കിലും കുറച്ച് പണം കിട്ടിയാലോ? ഇത് വേണ്ടെന്ന് വെക്കുവോ? നേരത്തെ ആയിരുന്നു നോക്കായിരുന്നു. ഇനിയിപ്പോ മേനോ സാറിന് ഇട്ടേച്ചും പോകാനൊന്നും പറ്റിയ. ഇത് ചെയ്താൽ മൈക്കിന് പോകുന്നേരം അങ്ങ് പോട്ടെന്നേ. അല്ലേ തന്നെ ഞാൻ ജീവിച്ചിരുന്നത് ഇപ്പൊ ആർക്ക് എന്നാ കിട്ടാനാ? അങ്ങേര് ജീവിച്ചിരുന്ന കുറെ പേർക്കെങ്കിലും ഗുണമുണ്ടാവും. സെറ്റപ്പായി. ഇനി കൊടുങ്കാറ്റടിച്ചാലും